ഹായ് ഫ്രണ്ട്സ്, സബ്ഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന കുറച്ച് സിനിമകളുടെ അപ്ഡേറ്റുകളാണ്. പിന്നെ കേരള ക്രൈം ഫയൽസ് എന്ന സീരീസിൻ്റെ പിന്നെ ട്രെയിലർ പുറത്തു വന്നിട്ടുണ്ട്. ഇതിനെക്കുറിച്ചുള്ള ഒക്കെ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അതിലൊന്നാമത്തെ സിനിമ എന്നുള്ളത് നെറ്റ്ഫ്ലിക്സ് വഴി ഡയറക്റ്റ് OTT റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന ഒരു മിസ്റ്ററി ത്രില്ലർ മൂവിയാണ് ബ്രിക്ക് എന്ന് പറഞ്ഞ സിനിമ. ജൂലൈ മാസം 10-ാം തീയതിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നത്. റിലീസ് ചെയ്യുന്ന സമയത്ത് മൾട്ടി ഓഡിയോ പ്രതീക്ഷിക്കുന്നുണ്ട്, തമിഴ് അടക്കമുള്ള ഭാഷയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അടുത്ത സിനിമ ആമസോൺ പ്രൈമിൽ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന ഒരു സീരീസാണ്. ഒരു എന്താ പറയുക, ഒരു ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സീരീസാണ്. ബെല്ലാഡ് എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. ജൂലൈ മാസം 9-ാം തീയതി ആമസോൺ പ്രൈമിൽ ഈ ഒരു സീരീസ് റിലീസ് ചെയ്യുന്നതാണ്. റിലീസ് ചെയ്യുന്ന സമയത്ത് മലയാളം അടക്കമുള്ള ഭാഷകളിൽ അവൈലബിൾ ആയിരിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. അടുത്ത നമ്മുടെ അജു വർഗീസ് പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ഡ്രാമ കോമഡി വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമയുടെ കമ്മിങ് സൂൺ പോസ്റ്ററൊക്കെ അതിന് മുമ്പേ തന്നെ സൈൻ അപ്പ് OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്തിരുന്നു. ഇതുവരെ ഡേറ്റ് കാര്യങ്ങളൊന്നും അവർ പുറത്തുവിട്ടിട്ടില്ല. എന്തായാലും ഈ ഒരാഴ്ച നമുക്ക് ഈ സിനിമയുടെ റിലീസ് പ്രതീക്ഷിക്കാവുന്നതാണ് സൈൻ അപ്പ് OTT പ്ലാറ്റ്ഫോമിൽ. അടുത്തത് ആമസോൺ പ്രൈമിൻ്റെ ഹിറ്റ് സീരീസ് ആയിരുന്നു പഞ്ചായത്ത് എന്ന് പറഞ്ഞ സീരീസ്. ഈ സീരീസിൻ്റെ 4-ാമത്തെ സീസൺ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. ഒരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സീരീസാണ്. ഈ ഒരു സീരീസ് ഹിന്ദി ഭാഷയിൽ 24-ാം തീയതി ജൂൺ മാസം 24-ാം തീയതി ആമസോൺ പ്രൈമിൽ റിലീസ് ചെയ്യുന്നതാണ്. റിലീസ് ചെയ്യുന്ന സമയത്ത് മൾട്ടി ഓഡിയോ പ്രതീക്ഷിക്കുന്നുണ്ട്. അടുത്ത സിനിമ നമ്മുടെ ദിലീപ് ഏട്ടനും ധ്യാൻ ശ്രീനിവാസൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞ സിനിമയാണ്. ഒരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. ദിലീപിൻ്റെ ഈ അടുത്ത കാലത്ത് തിയേറ്റർ റിലീസ് ചെയ്ത് വിജയിച്ച ഒരു സിനിമ കൂടിയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന സിനിമ. ഈ സിനിമയുടെ OTT റൈറ്റ്സ് C5 ആണ് സ്വന്തമാക്കിയിട്ടുള്ളത്. C5 ഈ ഒരു സിനിമ ജൂൺ മാസം 20-ാം തീയതി റിലീസ് ചെയ്യാനുള്ള അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അടുത്തൊരു കോമഡി ഹൊറർ വിഭാഗത്തിൽപ്പെടുന്ന തമിഴ് മൂവിയാണ് ജിൻ ദ പെറ്റ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ജൂൺ മാസം 20-ാം തീയതി തമിഴ് ഭാഷയിൽ സൺനെക്സ്റ്റ് OTT പ്ലാറ്റ്ഫോമിൽ ഈ സിനിമ റിലീസ് ചെയ്യുന്നതാണ്. അടുത്തൊരു ക്രൈം മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ് ഡിറ്റക്റ്റീവ് ഷർദിൽ. ഒരു സിനിമ ഹിന്ദി ഭാഷയിലും C5 ജൂൺ മാസം 20-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. റിലീസ് ചെയ്യുന്ന സമയത്ത് തമിഴ് അടക്കമുള്ള ഭാഷകളിൽ റിലീസ് ചെയ്യുന്നുള്ളൂ, പ്രതീക്ഷിക്കാം നമുക്ക്. ഓക്കെ, അടുത്ത സിനിമ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു കന്നഡ മൂവിയാണ് ലൈഫ് ഓഫ് മൃദുല എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സിനി ബസാർ വെബ്സൈറ്റിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് നമ്മുടെ കമലഹാസനും ശിംബു ഒക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത തഗ് ലൈഫ് എന്ന് പറഞ്ഞ സിനിമയുടെ അപ്ഡേറ്റ് ആണ്. മണിരത്നം സംവിധാനം ചെയ്ത സിനിമയാണ്. തിയേറ്ററിൽ ഒരു ബോംബായി മാറിപ്പോയ സിനിമയാണ് ഈ സിനിമ എന്നുള്ളത്. അപ്പോൾ ഈ സിനിമ തിയേറ്റർ റിലീസ് ചെയ്യുന്ന സമയത്ത് റിലീസിന് മുമ്പേ തന്നെ നെറ്റ്ഫ്ലിക്സ് ഈ സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുണ്ട്. നെറ്റ്ഫ്ലിക്സിൽ 8 ആഴ്ചകൾക്ക് ശേഷം റിലീസ് ചെയ്യാനുള്ള അപ്ഡേറ്റുകളായിരുന്നു പുറത്തു വന്നിരുന്നെങ്കിലും ഇപ്പോൾ ഈ സിനിമ തിയേറ്ററിൽ തകർന്നടിഞ്ഞതോടുകൂടി 4 ആഴ്ചകൾക്കുള്ളിൽ റിലീസ് ചെയ്യാനുള്ള അപ്ഡേറ്റ് ആണ് പുറത്തു വന്നിട്ടുള്ളത്. ജൂൺ മാസം 3-ാം തീയതി വരുന്നുള്ളൊരു എക്സ്പെക്റ്റഡ് ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. റിലീസ് ചെയ്യുന്ന സമയത്ത് തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം ഭാഷകൾ അവൈലബിൾ ആയിരിക്കും. ഹിന്ദി ഭാഷ പിന്നീട് ആഡ് ചെയ്യുന്നതാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഓക്കെ, അടുത്തൊരു സീരീസാണ്, മലയാളത്തിലുള്ള സീരീസ് ആയിരുന്നു. ജിയോ ഹോട്ട്സ്റ്റാർ റിലീസ് ചെയ്ത ക്രൈം ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സീരീസ് ആയിരുന്നു കേരള ക്രൈം ഫയൽസ് എന്ന സീരീസ്. ഈ സീരീസിൻ്റെ ഫസ്റ്റ് സീസൺ നല്ലൊരു വിജയമായിരുന്നു. ഒരു കിടിലൻ സീരീസ് തന്നെയായിരുന്നു. ഈ സീരീസിൻ്റെ സെക്കൻഡ് സീസൺ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. ഇപ്പം ട്രെയിലറും കാര്യങ്ങളൊക്കെ പുറത്തു വന്നു ജിയോ ഹോട്ട്സ്റ്റാറിൻ്റെ ഭാഗത്തു നിന്നും. ജൂൺ മാസം 20-ാം തീയതി ഈ ആഴ്ച മലയാളം ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷകളായിട്ട് റിലീസ് ചെയ്യുന്നതാണ് ഈ സിനിമ എന്നുള്ളത്, ഈ സീരീസ് എന്നുള്ളത്. അപ്പോൾ ഇത്രയും അപ്ഡേറ്റുകളാണ്, ഇത്രയും റിലീസുകളാണ് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളായിട്ടുള്ളതും ഇന്ന് റിലീസ് ചെയ്തിട്ടുള്ളതായിട്ടുള്ള അപ്ഡേറ്റുകളായിട്ടുള്ളത്. അപ്പോൾ ഈ ലിസ്റ്റിലേക്ക് സിനിമകളും സീരീസുകളാണ് നിങ്ങൾ കാത്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളോ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പോൾ ഇത്രയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.